സംസ്ഥാനത്തെ റേഷൻ വിതരണക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ റേഷൻ വിതരണം ഇന്നു മുതൽ തടസ്സപ്പെട്ടേക്കാം. സർക്കാരിൽ നിന്ന് മുഴുവൻ കുടിശ്ശികയും ലഭിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പണിമുടക്ക്. കോതമംഗലം താലൂക്കിലും റേഷൻ വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. 122 റേഷൻ കടകൾ ഉള്ളതിൽ 60ഓളം റേഷൻ കടകളിൽ മാത്രമാണ് ഈ മാസം റേഷൻ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കാർഡ് ഉടമ റേഷൻ വാങ്ങാനെത്തിയാൽ ആ വ്യക്തിയുടെ റേഷൻ പൂർണ്ണമായും നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കടകളിലുള്ളത്. ഇപ്പോൾ നിലവിലെ റേഷൻ കടകളിൽ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ വിതരണത്തിന് ശേഷം ഇരിക്കുന്ന റേഷൻ സാധനങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലരും റേഷൻ കടകളിൽ വരുമ്പോൾ കുറച്ച് സാധനം മാത്രം വാങ്ങാൻ കഴിയുന്നു. അവരുടെ അർഹതപ്പെട്ട കുറച്ച് റേഷൻ സാധനങ്ങൾ വാങ്ങാൻ പറ്റാതെ വരുന്നു. അപ്പോൾ 1-2 പ്രാവശ്യമായി റേഷൻ കടകളിൽ വീണ്ടും വരേണ്ടി വരിക. ചിലർക്കൊക്കെ ഈ സാമ്പത്തിക സാഹചര്യത്തിലൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ പറയുന്ന റേഷൻ കാർഡ് ഉടമകളൊക്കെ ഉണ്ട്. പിങ്ക് കാർഡുകാർ, AY കാർഡുകാർ ഒക്കെ അങ്ങനെ പറയുന്നവരാണ്. പക്ഷേ അവർക്കൊക്കെ വളരെ റേഷൻ കിട്ടാതെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി റേഷൻ കടകളിൽ വരുമ്പോൾ റേഷൻ വ്യാപാരികളോട് അവർ പറയുന്നുണ്ട്. പക്ഷെ അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ് സംഭവിക്കുന്നത്. സമരം തീർന്നാൽ മാത്രമാണ് റേഷൻ കടകളിൽ സാധാരണ നിലയിൽ വിതരണം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. KCV ന്യൂസ്, കോതമംഗലം.